الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. സത്യവിശ്വാസികളെ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്നു പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തുമെല്ലാം നമ്മിൽ ധാരാളമായി വർഷിക്കുമാറാവട്ടെ. ജീവിതാവസാനം വരെ തൗഹീദിൽ അടിയുറച്ചു നിന്ന് തഖവയോടെ ജീവിക്കുവാനും ഈമാനോടെ മരിക്കുവാനുമുള്ള മഹാഭാഗ്യം നൽകി റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ നാം സൂചിപ്പിച്ചതുപോലെ സത്യവിശ്വാസിയുടെ ഈമാൻ അത് കൂടുകയും കുറയുകയും ചെയ്യുമെന്ന് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നന്മകൾ ചെയ്താൽ ഈമാൻ വർദ്ധിക്കും, തിന്മകൾ ചെയ്യുമ്പോൾ ഈമാൻ കുറയുകയും ചെയ്യുമെന്നത് അഹ്ലുസുന്ന അടിസ്ഥാന വിശ്വാസമായി സ്വീകരിച്ച കാര്യമാണ്. നാം ഇന്ന് ജീവിക്കുന്ന ചുറ്റുപാടുകൾ ഈമാൻ ഏത് സമയത്തും കുറയാൻ പര്യാപ്തമായ എല്ലാ സാഹചര്യങ്ങളും ഒത്തൊരുമിച്ച കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഇടപെടുന്ന മേഖലകൾ മുഴുവനും ഈമാൻ നഷ്ടപ്പെടുത്തുന്ന, ഈമാനെ കുറക്കുന്ന, ഈമാനെ ഇല്ലാതാക്കുന്ന ചുറ്റുപാടുകളാണ്, സാഹചര്യങ്ങളാണ് നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ പ്രദേശങ്ങളിലെല്ലാം നമുക്ക് ഉള്ളത്. അതുകൊണ്ട് ബോധപൂർവം ഈമാൻ വർദ്ധിപ്പിക്കാനുള്ള പണി നാം ചെയ്തില്ല എങ്കിൽ ഈമാൻ നഷ്ടപ്പെട്ടു പോവുകയും ഒരു വേള പരിപൂർണമായും ആ ഈമാൻ ഇല്ലാതായി
അങ്ങനെ ദുനിയാവിൽ നിന്ന് തിരിച്ചു പോകേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്തേക്കാം. അതിനാൽ ഈമാൻ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഈമാൻ വർദ്ധിക്കാൻ ധാരാളം നിമിത്തങ്ങളെ, കാരണങ്ങളെ അല്ലാഹുവും റസൂലും പഠിപ്പിക്കുന്നുണ്ട്. അവയെല്ലാം ഈമാൻ വർദ്ധിക്കാൻ പര്യാപ്തമായ കാര്യങ്ങളാണ്. അവയെ പഠിക്കുകയും അതുപ്രകാരം ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്താൽ ഈമാൻ കുറഞ്ഞു പോകാതെ, ചോർന്നു പോകാതെ ശ്രദ്ധിക്കുവാനും വർദ്ധിപ്പിക്കുവാനും കഴിയും. ഒന്നാമതായി വിശുദ്ധ ഖുർആനും പ്രവാചകവചനവും പഠിപ്പിക്കുന്നതും എല്ലാവരും ഇത്തിഫാഖായി പറഞ്ഞതുമായ ഒന്നാമത്തെ കാര്യം മഅരിഫത്തുല്ലാഹി ജല്ല വഅല ബിഅസ്മാഇഹി അൽ ഹുസ്ന എന്നാണ്. ഒന്നാമത്തെ കാര്യം മഅരിഫത്തുല്ലാഹ്, അല്ലാഹുവിനെ അറിയുക എന്നു തന്നെയാണ്. പടച്ച റബ്ബിനെ കുറിച്ച് അറിയുക, അവനെ ഓർക്കുക, അവന്റെ നാമങ്ങളെ പഠിക്കുക, അവന്റെ വിശേഷങ്ങൾ അറിയുക, അതിന് വിശ്വാസിക്ക് അവന്റെ ഈമാൻ വർദ്ധിക്കാൻ, വിശ്വാസം വർദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു നിമിത്തമാണ്. അല്ലാഹു വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫാത്തിറിൽ പറഞ്ഞു, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, നിശ്ചയമായും അറിയുന്നവർ മാത്രമാണ് റബ്ബിനെ ഭയപ്പെടുക. അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവ് വർദ്ധിക്കുന്തോറും ആ ഖശ്യത്ത്, ഖുശൂഅ്, തഖ്വ വർദ്ധിക്കാനുള്ള കാരണമായി മാറും എന്നർത്ഥം. അതാണ് ശരിയായ ഇൽമ്, ഉപകാരപ്രദമായ അറിവ് എന്ന് പറഞ്ഞാൽ അതിന് നൽകുന്ന വ്യാഖ്യാനം ഇബ്നു റജബ് റഹിമഹുല്ലാഹ് പറഞ്ഞു, അൽ ഇൽമുൻ നാഫിഉ, പ്രയോജനപ്രദമായ അറിവ്, യദുല്ലു അലാ അംറൈൻ, രണ്ട് കാര്യങ്ങളെയാണ് അതറിയിക്കുന്നത്. ഒന്നാമത്തെ കാര്യം അലാ മഅരിഫത്തില്ലാഹി വമാ യസ്തഹിഖുഹു മിൻ അസ്മാഇൽ ഹുസ്ന വസിഫാത്തിൽ ഉലാ. ഒരാളുടെ അറിവ് ഉപകാരപ്രദമായ അറിവാണ് എങ്കിൽ രണ്ട് കാര്യം അയാൾ അത് അറിയിക്കുന്നുണ്ട്. ഒന്ന്, പടച്ച റബ്ബിനെ കുറിച്ചുള്ള അറിവാണ്. അല്ലാഹുവിന്റെ നാമങ്ങളെ, വിശേഷണങ്ങളെ അറിയുക എന്നത് ഒരാളുടെ ഈമാന്റെ വർദ്ധനവിനുള്ള കാരണമാണ് എന്നർത്ഥം. റബ്ബിന്റെ ഓരോ നാമങ്ങളെയും പഠിക്കുക. അല്ലാഹു സമീആണ്, ബസീറാണ്, അലീമാണ്, ലത്തീഫാണ്, ഖബീറാണ്, ഹക്കീമാണ്. എല്ലാം കാണുന്നവൻ, കേൾക്കുന്നവൻ, അറിയുന്നവൻ, സൂക്ഷ്മജ്ഞാനമുള്ളവൻ, അഗാധമായ ജ്ഞാനമുള്ളവൻ, നിഗൂഢമായ കാര്യങ്ങളെപ്പോലും അറിയുന്നവൻ, എല്ലാം നിരീക്ഷിക്കുന്ന റഖീബാണ്. ഇങ്ങനെ തുടങ്ങി അല്ലാഹുവിന്റെ നാമങ്ങൾ ഓരോന്നും പഠിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ഈമാൻ സ്വാഭാവികമായും വർദ്ധിക്കും. ഏതു രംഗത്തും അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധവും, അല്ലാഹ് കാണുന്നു, അല്ലാഹ് നിരീക്ഷിക്കുന്നുവെന്ന തിരിച്ചറിവും, അതുപ്രകാരം ജീവിതം ക്രമീകരിക്കാനുള്ള ഒരു താല്പര്യവും അതുവഴി അവന് ഉണ്ടായിത്തീരുമെന്നാണ്. ആ ഒരു ഇൽമ് മനസ്സിലേക്ക് കയറിക്കഴിഞ്ഞാൽ, അല്ലാഹുവിനെ കുറിച്ച് ശരിയായ അറിവുണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും പടച്ച റബ്ബിനോടുള്ള ഒരു വഖാറ്, ഒരു ഗൗരവം, ഒരു ഗാംഭീര്യം, അല്ലാഹു കാണുന്നുവെന്ന തിരിച്ചറിവ് എല്ലാം അതിന്റെ ഉപോൽപ്പന്നമായി ഉണ്ടാകുന്ന കാര്യമാണ്. അതോടുകൂടി വനാല ഹൈബത്തൻ വഇജ്ലാലൻ വഖശ്യതൻ വമഹബ്ബത്തൻ വതഅലീമൻ എന്നാണ്. പടച്ച റബ്ബിനുള്ള ഖശ്യത്ത്, ഭയമുണ്ടാകും. ഇജ്ലാൽ, അല്ലാഹുവിനെ, അവന്റെ മഹത്വത്തെ അംഗീകരിക്കുക, ഒരു ഗൗരവം, ഗാംഭീര്യം കണക്കാക്കുക എന്നിവയെല്ലാം അതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന കാര്യമാണ്. അപ്പൊ റബ്ബിനെ അറിയുക, അവന്റെ നാമങ്ങളെ പഠിക്കുക, വിശേഷങ്ങളെ പഠിക്കുക. എന്താണ് സമീഅ്, എന്താണ് ബസീർ, എന്താണ് അലീം? ഇത് കേവലം പേരുകളായി ചൊല്ലിത്തീർത്തു പോവുകയല്ല, കേവലം എഴുതി വെച്ച് ബോർഡാക്കി വീട്ടിലും വാഹനത്തിലും തൂക്കിയിടൽ മാത്രമല്ല. അല്ലാഹ് അലീമാണെന്ന് പറയുമ്പോൾ എന്താണ് ആ അലീമിന്റെ വിവക്ഷ, എന്താണ് ആ സമീഇന്റെ വിവക്ഷ? പടച്ച റബ്ബ് എല്ലാം കാണുന്നുണ്ട്, എല്ലാം കേൾക്കുന്നുണ്ട്. യഅലമു ഖായിനത്തൽ അഅ്യുനി വമാ തുഖ്ഫി സുദൂർ, കണ്ണിന്റെ വഞ്ചന പോലും അറിയുന്നവനാണവൻ. മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങളെപ്പോലും അറിയുന്നവനാണവൻ എന്ന് ഖുർആനിന്റെ ആ പ്രയോഗം തീർച്ചയായും മനുഷ്യനെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന കാര്യമാണ്. വഅസ്റു ഖൗലകും അബിജ്ഹറു ബി ഇന്നഹു അലീമും ബിദാത്തി സുദൂർ. നിങ്ങൾ ഉറക്കെ പറഞ്ഞാലും ശരി,
പതുക്കെ പറഞ്ഞാലും ശരി അല്ലാഹു തആല മനസ്സകത്തുള്ളത് അറിയുന്നവനാകുന്നു എന്ന ആ പ്രയോഗം ഒരു മനുഷ്യന്റെ ഈമാൻ വർദ്ധിക്കാൻ, തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ, നന്മകൾ വർദ്ധിപ്പിക്കാനുള്ള നിമിത്തമായി തീർച്ചയായും മാറും. അത് ഒന്നാമത്തെ കാര്യം പടച്ച റബ്ബിനെ അറിയുക, അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുക എന്ന് തന്നെയാണ്. പ്രമാണങ്ങൾ റബ്ബിനെ കുറിച്ച് പരിചയപ്പെടുത്തിയ കാര്യങ്ങളെ പഠിക്കാൻ തയ്യാറാവുക. ഒരു നാമഗുണവിശേഷങ്ങളെ അറിയാനും പഠിക്കാനും തയ്യാറാവുക എന്നതാണ് ഈമാൻ വർദ്ധിക്കാനുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം പണ്ഡിതന്മാർ വിശദീകരിച്ചത് അത്തഅമ്മുലു ഫീ ആയാത്തില്ലാഹി അൽ കൗനിയ്യ വമഖ്ലൂഖാതിഹി ജല്ല വഅല. അല്ലാഹുവിന്റെ സൃഷ്ടിപ്പ്, അവന്റെ ഈ പ്രപഞ്ചത്തിലെ അത്ഭുതങ്ങൾ, അവന്റെ മഹാത്മ്യം അറിയിക്കുന്ന അത്തരം സൃഷ്ടി വൈഭവങ്ങൾ, അതേക്കുറിച്ച് ചിന്തിക്കുക എന്നാണ്. വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലത്ത് അല്ലാഹ് എടുത്തു പറഞ്ഞ കാര്യം അതാണ്. പടച്ച റബ്ബിനെ കുറിച്ച് അറിയാനുള്ള ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഇതെല്ലാം ഉണ്ട് എന്നാണ്. ഖുലിൻദുറു മാ ഫിസ് സമാവാതി വൽ അർളി. തീർച്ചയായും നിങ്ങൾ നോക്കണം, ആകാശങ്ങളും ഭൂമിയിലും എന്തെല്ലാമാണ് ദൃഷ്ടാന്തങ്ങളായിട്ടുള്ളത്, എന്തെല്ലാം അത്ഭുതങ്ങൾ അല്ലാഹു തആല ഒരുക്കി വെച്ചത്. പക്ഷേ വമാ തുഗ്നിൽ ആയാതു വന്നുദുറു അൻ ഖൗമിൻ ലാ യുഅ്മിനൂൻ. ഈമാനില്ലാത്ത, വിശ്വാസമില്ലാത്ത ആളുകൾക്ക് അതൊന്നും പ്രയോജനപ്പെടുകയില്ല എന്ന് പടച്ച റബ്ബ് തന്നെ പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ പറ്റി ചിന്തിക്കുക. ഈ ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും അടക്കമുള്ള ഒട്ടനവധി സൃഷ്ടികൾ, ഇതെല്ലാം റഹ്മാനായ റബ്ബിന്റെ സൃഷ്ടിയാണല്ലോ, ഇതെല്ലാം അല്ലാഹ് സൃഷ്ടിച്ചതാണല്ലോ. അവയെല്ലാം നിയന്ത്രിക്കുകയും എല്ലാം സംരക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സൃഷ്ടിയിൽ നിന്ന് സൃഷ്ടാവിനെ മനസ്സിലാക്കി റബ്ബിലേക്കുള്ള മടക്കം. റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ എന്ന് അത്തരം ചിന്തിക്കുന്ന ആളുകളുടെ പ്രഖ്യാപനമായും അവരുടെ പ്രാർത്ഥനയായും അല്ലാഹു തആല പരിചയപ്പെടുത്തി. ആകാശഭൂമികൾ സൃഷ്ടിപ്പെപ്പറ്റി ചിന്തിക്കുന്ന ആളുകൾ ഒരു പറയുന്ന വാക്കാണ് റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതില. അല്ലാഹു, ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല, ഒരു ഉദ്ദേശവുമില്ലാതെ, ഒരു ലക്ഷ്യവുമില്ലാതെ വെറുതെ ഉണ്ടാക്കിയതല്ല ഈ ആകാശങ്ങളും ഈ ഭൂമിയും ഈ സർവ്വ സൃഷ്ടികളും. അതുകൊണ്ട് സുബ്ഹാനക്, നീ എത്ര പരിശുദ്ധനാണ്, എനിക്ക് പങ്കുകാരില്ല, തുല്യന്മാരില്ല, ഇനി നിഷേധിക്കാൻ നിർവാഹമില്ല, സൃഷ്ടാവില്ലെന്ന് പറയാൻ യാതൊരു ന്യായവുമില്ല. സുബ്ഹാനക്, നീ എത്ര പരിശുദ്ധനാണ്. ഫഖിനാ അദാബന്നാർ, നരക ശിക്ഷയിൽ റബ്ബേ നീ ഞങ്ങളെ കാക്കണേ എന്ന് അവന്റെ ഉള്ളെന്ന് വരുന്ന പ്രാർത്ഥനയായി അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നു. പടച്ച റബ്ബിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച്, അവൻ ഒരുക്കി വെച്ച അത്ഭുതങ്ങളെ കുറിച്ച് ആലോചിക്കുകയും അതിൽ നിന്നെല്ലാം റബ്ബിനെ മനസ്സിലാക്കി, സൃഷ്ടിയിലൂടെ സൃഷ്ടാവിനെ മനസ്സിലാക്കി ആ സൃഷ്ടാവിന്റെ കൽപ്പനയ്ക്ക് വിധേയമായി ജീവിതം ക്രമീകരിക്കാൻ തയ്യാറാവുക എന്നത് ഈമാൻ വർദ്ധിക്കാനുള്ള കാരണമാണ്. മൂന്നാമത്തെ കാര്യമായി പഠിപ്പിക്കപ്പെടുന്നത് റഹ്മാനായ റബ്ബിന്റെ വചനങ്ങൾ, ഖുർആനിക വചനങ്ങൾ, അതേക്കുറിച്ചുള്ള ചിന്തയാ തദബ്ബുർ. വിശുദ്ധ ഖുർആനെ പറ്റിയുള്ള ചിന്തയാ തദബ്ബുറാണ്. ഖിറാഅത്തുൽ ഖുർആനി വ തദബ്ബുറുഹു, ഖുർആൻ പാരായണവും അതിന്റെ ചിന്തയുമാണ്. കേവലം പാരായണം ചെയ്തു പോയാൽ ഒരുപക്ഷെ ഈമാൻ വർദ്ധിച്ചുകൊള്ളണമെന്നില്ല. ഓരോ ആയത്തിൽ നിർത്തി അത് ആലോചിച്ച് ചിന്തിച്ച് അതിന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടുള്ള മുന്നോട്ടുള്ള പോക്ക്, അത് തീർച്ചയായും ഈമാൻ വർദ്ധിക്കാൻ നിമിത്തമായ കാര്യം തന്നെയാണ്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഖിറാഅത്തു ആയത്തിൻ ബിതഫക്കുരിൻ വതഫഹുമിൻ ഖൈറുൻ മിൻ ഖിറാഅത്തി ഖത്മത്തിൻ ബിഗൈരി തദബ്ബുരിൻ വതഫഹുമിൻ എന്നാണ്. ചിന്തിച്ചും ആലോചിച്ചും മനസ്സിലാക്കിയും ഒരായത്ത് ഓതുന്നുവെങ്കിൽ അതാണ് ചിന്തിക്കാതെയും ഗ്രഹിക്കാതെയും വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും ഓതി തീർക്കുന്നതിനേക്കാൾ, ഖതം തീർക്കുന്നതിനേക്കാളും ഉപകാരപ്രദമായത്, ഖൈറായത്, അഫ്ളലായത് ഒരൊറ്റ ആയത്ത് അർത്ഥമറിഞ്ഞുകൊണ്ട്, ആശയം മനസ്സിലാക്കിക്കൊണ്ട്, ചിന്തിച്ചുകൊണ്ട് പാരായണം ചെയ്യലാണ് എന്നാണ്. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് ഒറ്റായത്തിൽ നേരം വെളുപ്പിച്ച ചരിത്രങ്ങൾ കാണാൻ കഴിയും. ഉസ്മാൻ അഫ്ഫാൻ ഒരു ആയത്തോടിക്കൊണ്ട് നേരം പൊതുവെ നിസ്കരിച്ച ചരിത്രം കാണാൻ കഴിയും. ആയത്തോടുകയും അതേക്കുറിച്ച് ചിന്തിക്കുകയും അത് തന്നെ വീണ്ടും ഓതുകയും ആവർത്തിച്ചോതി അതിലെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നേരം പുലരുവോളം ആ ഒരു ആയത്ത് കൊണ്ട് നേരം പുലർന്ന ചരിത്രങ്ങൾ ഒട്ടനവധി മുൻഗാമികൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് തദബ്ബുറാണ്, ചിന്തയാണ്, ആലോചനയാണ്. ചില ആയത്തുകൾ മനുഷ്യനെ പിടിച്ചു നിർത്തുന്ന വചനങ്ങളാണ്. ആ പ്രയോഗങ്ങൾ, അള്ളാഹുവിന്റെ ചോദ്യങ്ങൾ,
അവന്റെ ചില പദപ്രയോഗങ്ങൾ അവിടെ മനുഷ്യരെ പിടിച്ചു നിർത്താനും ചിന്തിപ്പിക്കാനും പര്യാപ്തമായ വചനങ്ങളാണ്. അങ്ങനെ ഖുർആൻ തദബ്ബുർ ചെയ്തുകൊണ്ട് ചിന്തിച്ചുകൊണ്ടുള്ള ഖുർആൻ പാരായണം, അതാണ് ഒരായത്തങ്ങനെ ഓതുന്നുവെങ്കിൽ അതാണ് ഖുർആൻ പൂർണ്ണമായും ചിന്തിക്കാതെയും ആലോചിക്കാതെയും വെറുതെ കേവല പാരായണമായി പോകുന്നതിനേക്കാളും ശ്രേഷ്ഠമായത് എന്ന് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ മദാരിജുസ് സാലിക് എന്ന കിതാബിൽ അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും. സഹോദരങ്ങൾ, ഇതൊക്കെ ഈമാൻ വർദ്ധിക്കാനുള്ള ചില പരിഹാര മാർഗങ്ങളാണ്. റബ്ബിനെ അറിയുക, അവന്റെ നാമങ്ങൾ അറിയുക, വിശേഷങ്ങൾ അറിയുക, അവന്റെ സൃഷ്ടിപ്പെ കുറിച്ച് ആലോചിക്കുക, അവൻ ഇറക്കിയ കിതാബിനെ, വചനങ്ങളെ ചിന്തിക്കുക, ആലോചിക്കുക, ആശയം ഗ്രഹിക്കുക. അതൊക്കെ മനുഷ്യന്റെ ഈമാൻ വർദ്ധിക്കാൻ നിമിത്തമാകുന്ന കാര്യങ്ങളാണ്. നാലാമതായി പടച്ച റബ്ബിനെ കുറിച്ചുള്ള ആ ദിക്ർ, ചിന്ത, സ്മരണം, അത് വർദ്ധിപ്പിക്കുക. മിൻ ദിക്രില്ലാഹി തആല, പടച്ച റബ്ബിനുള്ള ദിക്ർ അത് വർദ്ധിപ്പിക്കുക. നാവ് കൊണ്ടുള്ള ദിക്റും കൽബ് കൊണ്ടുള്ള ദിക്റും എല്ലാം അതിന്റെ ഭാഗം തന്നെയാണ്. എപ്പോഴും അല്ലാഹുവിനെ കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുക. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അറിയണേ ദൈവസ്മരണ കൊണ്ടാണ് കൽബുകൾക്ക് സമാധാനം ഉണ്ടാവുക. അല്ലാഹുവിനെ കുറിച്ച് ആലോചിക്കുക. ഒറ്റക്കിരുന്ന് റബ്ബിനെ ഓർത്ത് കണ്ണിന് കണ്ണീര് വന്നവന് നാളെ അർശിന്റെ തണലുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. ആ നിലയ്ക്ക് അല്ലാഹുവിനെ പറ്റി ഓർക്കുക. ഒറ്റക്കിരിക്കുമ്പോൾ സ്വകാര്യതയിരുന്നു കൊണ്ട് പടച്ച റബ്ബിനെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. അവൻ നാവ് കൊണ്ട് അവനുള്ള പ്രകീർത്തനങ്ങൾ ഉരുവിടുക. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് തുടങ്ങിയ വലിയ വലിയ മഹത്വം കൽപ്പിക്കപ്പെടുന്ന ധാരാളം ദിക്റുകൾ പഠിപ്പിക്കപ്പെടുന്നു. ആ ദിക്റുകൾ അത് ധാരാളമായി പതിവാക്കുക. നാവിലൂടെ എപ്പോഴും അത്തരം ദിക്റുകൾ വരട്ടെ. കൽബിലെപ്പോഴും അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയുണ്ടാവട്ടെ. ആ ചിന്തകൾ മനുഷ്യന്റെ ഈമാൻ വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ലിദിക്രില്ലാഹ്, ഈമാൻ ഉൾക്കൊള്ളുകയും ദൈവസ്മരണയിലേക്ക് മനസ്സ് സമാധാനമടയുകയും ചെയ്യുന്ന ആളുകൾ എന്ന് മുഅ്മിനീങ്ങളെ അല്ലാഹു തആല മഹത്വവൽക്കരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. നബിതങ്ങളും പറഞ്ഞു, മസലുൽ ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു റബ്ബഹു മിസ്ലൽ ഹയ്യി വൽ മയ്യിത്ത് എന്നാണ്. അല്ലാഹുവിനെ സ്മരിക്കുന്നവനും സ്മരിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം ജീവിച്ചിരിക്കുന്നവനും മരിച്ചവരും പോലെയാണ് എന്നാണ്. അല്ലാഹുവിനെ സ്മരിക്കുന്നവൻ, ദിക്റുള്ളവൻ ഹയ്യാണ്, ജീവിച്ചിരിപ്പുള്ളവനെ പോലെയാണ്. അല്ലാഹുവിനെ സ്മരിക്കാത്ത, ദിക്ർ ചെയ്യാത്ത ഒരു മനുഷ്യൻ അവൻ മരിച്ചവനെ പോലെയാണ്, മയ്യിത്ത് പോലെയാണ് എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ എപ്പോഴും വർദ്ധിക്കുക. ആ ഓർമ്മ ലഭിക്കാവുന്ന ഏതെല്ലാം സദസ്സുകൾ, സഭകളുണ്ടോ അവിടെയെല്ലാം ഭാഗമാക്കാവുക. അതും അതിന്റെ ഭാഗമാണ്. വെള്ളിയാഴ്ച ഖുതുബയെ പറ്റി ഖുർആൻ അല്ലാഹ് പ്രയോഗിച്ച പ്രയോഗം ഫസ്ഔ ഇലാ ദിക്രില്ലാഹ് എന്നാണ്. ദിക്റുല്ലാഹിലേക്ക് നിങ്ങൾ വേഗത്തിൽ വരുവിൻ. വെള്ളിയാഴ്ച വിളിക്കപ്പെട്ടാൽ കച്ചവടം പോലും ഒഴിവാക്കി വേഗത്തിൽ വരണം എന്ന് പറഞ്ഞിടത്ത് ഇലാ ദിക്രില്ലാഹ്, ദൈവസ്മരണയിലേക്ക് എന്നാണ്. ആ ദിക്ർ ഏതാണ്? ഈ ഉത്ബോധനമാണ്, ഈ ഖുതുബയാണ്. ഈ ഖുതുബയെ കുറിച്ച് അല്ലാഹു തആല ദിക്റുല്ലാഹ് എന്നാണ് അവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. എങ്കിൽ വ്യത്യസ്തമായ ദിക്റുകൾ അതിന്റെ ഭാഗമാണ്. അത് ലഭിക്കുന്ന ഏതെല്ലാം സന്ദർഭമുണ്ടോ അവിടെയെല്ലാം ഭാഗമാക്കാവുക എന്നാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പലപ്പോഴും സഹാബികളെ വിളിച്ചു കൂട്ടിക്കൊണ്ട് പറയുമായിരുന്നു, ഒരൽപ്പം ഞങ്ങൾക്ക് ഉത്ബോധനം തരൂ, ദക്കിർനാ ബി ആയാത്തില്ലാ, അല്ലാഹുവിന്റെ ആയത്ത് പറഞ്ഞുകൊണ്ട് ഒരു ഉത്ബോധനം തരൂ, ഒരു സ്മരണ നൽകൂ എന്ന് പറയുകയും അങ്ങനെ ഖുർആനിലെ ഭാഗങ്ങൾ ഓതിക്കേൽപ്പിച്ചുകൊണ്ട് റബ്ബിനെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ഈമാൻ വർദ്ധിപ്പിക്കുകയും ചെയ്യുമായിരുന്നുവെന്നാണ്. സ്വഹാബിമാർ പരസ്പരം കാണുമ്പോൾ പറയുന്ന വാക്ക് തആലു നുഅ്മിൻ സാഅ, വരൂ അല്പസമയം ഈമാൻ ഉണ്ടാക്കാമെന്നാണ്. അത് കേൾക്കുമ്പോൾ ഒരാൾ ചോദിക്കുന്നതല്ല, അവരസ്നാ മുഅ്മിനീൻ, നമ്മളൊക്കെ മുഅ്മിനീങ്ങളല്ലേ, ഈമാൻ ഉള്ളവരല്ലേ? അതെ, ഈമാൻ ഉള്ളവർ തന്നെയാണ്. പക്ഷേ ആ ഈമാൻ നുരുമ്പിക്കൊണ്ടിരിക്കും, അത് കുറഞ്ഞുകൊണ്ടിരിക്കും. അള്ളാഹിനെ കുറിച്ച് സ്മരിക്കുമ്പോൾ ആ ഈമാൻ വർദ്ധിക്കുമെന്ന് അവർ പരസ്പരം ഉപദേശങ്ങൾ നൽകിയതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതാണെങ്കിലും അത്തരം ദിക്റിന്റെ മേഖലകൾ, അള്ളാഹിനെ പറ്റി പറയുന്ന, ദീന് പറയുന്ന, റബ്ബിനെ സ്മരിക്കുന്ന സദസ്സുകൾ, സഭകൾ, മജ്‌ലിസുകൾ, അതൊക്കെ ഈമാൻ വർദ്ധിക്കാൻ നിമിത്തമായ കാര്യങ്ങൾ തന്നെയാണ്. ഇത്തരം വഴികളെ ബോധപൂർവം ഉപയോഗപ്പെടുത്താൻ പരിശ്രമിച്ചെങ്കിലല്ലാതെ നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കാൻ സാധ്യമല്ല. എപ്പോഴും ഈമാൻ സംരക്ഷിക്കാനും അത് വർദ്ധിപ്പിക്കാനുമുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.
അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരങ്ങളെ സഹോദരിമാരെ, റഹ്മാനായ റബ്ബിന്റെ കൽപ്പനാനിർദ്ദേശങ്ങളെ പാലിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈമാൻ വർദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു മാർഗമാണ് നല്ല മനുഷ്യന്മാരുമായി സഹവസിക്കുക, കൂട്ടുകൂടുക എന്നത്. നബി തങ്ങൾ പറഞ്ഞു, അൽ മർഉ അലാ ദീനി ഖലീലിഹി. ഒരു മനുഷ്യൻ തന്റെ കൂട്ടുകാരന്റെ ദീനുപ്രകാരമായിരിക്കും. ഫൽയൻദുർ അഹദുക്കും ബിമൻ യുഖാലിൽ. അതിനാൽ ആരോടാണ് കൂട്ടുകൂടുന്നത് എന്ന് എല്ലാ ഓരോരുത്തരും പ്രത്യേകമായി നോക്കട്ടെ, പരിശോധിക്കട്ടെ എന്നാണ് നബി തങ്ങൾ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നത്. ആ ഹദീസ് വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാരെ പറഞ്ഞു, എല്ലാവരുമായും കൂട്ടുകൂടാവതല്ല, എല്ലാവരുടെയും കൂടെ എപ്പോഴും നടക്കാവതല്ല. ഫമൻ റളിയ ദീനഹു വഖുലുഖഹു ഖാലൽതഹു. ഒരാളുടെ ദീനും അവന്റെ സ്വഭാവം നിനക്ക് തൃപ്തികരമാണെങ്കിൽ അവനുമായി നീ ചങ്ങാത്തം സ്വീകരിച്ചു കൊള്ളുക. അതല്ല, അവന്റെ ഈമാനത്ര സ്വീകാര്യമല്ല, സ്വഭാവമത്ര നല്ലതല്ല എങ്കിൽ അവനുമായി നീ അകന്നു നിൽക്കുക, ആ ചങ്ങാത്തം വേണ്ട എന്നാണ് ഈ ഹദീസ് വെച്ചുകൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നത്. നല്ല മനുഷ്യന്മാരുമായി ബന്ധപ്പെടുക, നല്ല സദസ്സുകൾ, നല്ല സ്ഥലങ്ങൾ, അവിടേക്ക് എപ്പോഴും ബന്ധമുണ്ടാകുക, പള്ളികളുമായി ബന്ധപ്പെടുക, ദീന് പറയുന്ന, ദീന് ചർച്ച ചെയ്യുന്ന വേദികളിൽ, മജ്‌ലിസുകളിൽ നമ്മുടെ സാന്നിധ്യമുണ്ടാവുക, നമ്മുടെ ബന്ധങ്ങൾ എപ്പോഴും നല്ല മനുഷ്യന്മാരുമായി, അള്ളാഹിനെ പറ്റി ബോധമുള്ള, ഹക്കും ബാത്തിലും നോക്കുന്ന, ഹറാമും ഹലാലും നോക്കുന്ന, സ്വർഗം ആഗ്രഹിക്കുന്ന, നരകത്തെ പേടിക്കുന്ന, ഇബാദത്തുകളുള്ള നല്ല മനുഷ്യന്മാരുമായി സഹവസിച്ചാൽ ആ സഹവാസം പോലും നമ്മുടെ ഈമാൻ വർദ്ധിക്കാൻ നിമിത്തമാണ്. അതൊന്നും നോക്കാതെ ഏത് വഴിക്കും പോയി ആരുടെ കൂടെയും കൂടി അങ്ങനെ ഓരോരോ കൂട്ടുകെട്ടിൽ പെട്ടുപോയി കഴിഞ്ഞാൽ ഉള്ള ഈമാന് കൂടി നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുക. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ സുഹൃത്ത് വലയങ്ങളെ നാം പ്രത്യേകം നോക്കേണ്ടതുണ്ട്. മക്കളുടെ കാര്യത്തിലും രക്ഷിതാക്കൾക്ക് ആ ബോധമുണ്ടാകണം. മക്കൾ ആരുമായി കൂട്ടുകൂടുന്നുവെന്ന് രക്ഷിതാക്കൾ അറിയുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതാരെങ്കിലും പിന്നാലെ പോട്ടെ, ഒന്നും നോക്കേണ്ടതില്ല, ഒന്നും പരിഗണിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് ഏതെങ്കിലുമൊക്കെ വഴിവിട്ട കൂട്ടുകാരെ കൂടെയാണ് മക്കളുടെ സഹവാസമെങ്കിൽ അൽ മർഉ അലാ ദീനി ഖലീലിഹി. ഒരു മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ ദീനുപ്രകാരമാണ് എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനം വഹ്യു പ്രകാരം പഠിപ്പിച്ച താക്കീതാണ്. അത് പ്രത്യേകമായി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നബി തങ്ങൾ ഉപമിച്ചത് നല്ല കൂട്ടുകാരനെയും ചീത്ത കൂട്ടുകാരനെയും ഉപമിച്ചുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, നല്ല കൂട്ടുകാരന്റെ ഉദാഹരണം എന്ന് പറഞ്ഞുകൊണ്ട് മസലുൽ ജലീസി സ്വാലിഹി വസ്സൂഇ കഹാമിൽ മിസ്കി വനാഫിഖിൽ കീർ. നബി തങ്ങൾ പറഞ്ഞു, നല്ല കൂട്ടുകാരൻ കഹാമിൽ മിസ്കി, കസ്തൂരി വാഹനെ പോലെയാണ്. നല്ല കൂട്ടുകാരൻ കസ്തൂരി വഹിക്കുന്നവനെ പോലെയാകുന്നു. കാരണം അയാളെ പ്രത്യേകത, അയാളെ കൂടെ നീ കൂടിയാൽ ആ മനുഷ്യൻ ഇമ്മ അൻ യുഹ്ദീക വ ഇമ്മ അൻ തബ്തഅ മിൻഹു. ഒന്നുകിൽ അയാൾ നിനക്ക് ഫ്രീ ആയി ഒരു അല്പം തന്നേക്കാം, അതുമല്ലെങ്കിൽ പണം കൊടുത്ത് അയാളിന് വാങ്ങാൻ പറ്റുന്നേക്ക്, അതുമല്ലെങ്കിൽ വ ഇമ്മ അൻ തജിദ മിൻഹു റീഹൻ തയ്യിബ. ഒന്നുമല്ലെങ്കിൽ ഒരു നല്ല സുഗന്ധമെങ്കിലും നിനക്ക് അയാളെ കൂടെ നടന്നാൽ കിട്ടും. ഒരു അത്ര വിൽപ്പനക്കാരൻ, സുഗന്ധം വിൽക്കുന്ന ഒരാള് അയാളെ കൂടെ നടക്കുന്നവനെ പോലെയാണ് നല്ല കൂട്ടുകാരൻ. ഒന്നുകിൽ അയാൾ സാമ്പിൾ തരും, ഒന്ന് കൈമ പുരട്ടി തന്നു, ഒന്ന് ടെസ്റ്റ് ചെയ്യും, സാമ്പിൾ ചെയ്യും, കിട്ടിയതൊക്കെ നല്ലതാണ്. പണം കൊടുത്ത് വാങ്ങിയാലോ അപ്പോൾ ലഭിക്കുന്ന സുഗന്ധമാണ്. ഇതൊന്നുമല്ല, അതൊന്നും കിട്ടിയില്ല, എന്നാലും അയാളെ കൂടെ നടന്നാൽ സുഗന്ധമേ ഉണ്ടാകൂ, വേറൊന്നുമില്ലല്ലോ. ഇതാണ് നല്ല കൂട്ടുകാരൻ. കഹാമിലിൽ മിസ്കി, കസ്തൂരി വാഹകനെ പോലെയാണ്. എന്നാൽ ദുഷിച്ച കൂട്ടുകാരൻ കനാഫിഖിൽ കീർ, ഒരു ആലയിൽ ഊതുന്ന കൊല്ലപ്പണിക്കാരനെ പോലെയാണ് എന്നാണ്. അയാളെ പ്രത്യേകത എന്താ? അയാളെ കൂടെ സഹവസിച്ചാൽ ഒന്നുകിൽ അയാൾ ആ തീപ്പൊരി ഊതിപ്പറപ്പിക്കുമ്പോൾ നിന്റെ ശരീരത്തിലേക്ക് അത് പാറി വന്ന് നിന്റെ വസ്ത്രത്തിൽ അവിടെയൊക്കെ ഓട്ടയാവാൻ കഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുമല്ലെങ്കിൽ ഒന്നുമുണ്ടായില്ലെങ്കിലും അയാളെ കൂടെ ഇരുന്നാൽ
ഒരു ദുഷിച്ച ഗന്ധമാണല്ലോ അവിടെ ഉണ്ടാവുക. അയാളുടെ വിയർപ്പും അയാളുടെ ആ ഒരു വൃത്തിയില്ലാത്തൊരു ആലയും അതിൽ പോയി ഇരുന്നാൽ എപ്പോഴും ദുർഗന്ധമാണ്, അതിന്റെ ചെളിയും അഴുക്കുമാണ് എനിക്ക് ബാധിക്കുക എന്നതുപോലെയാണ് ദുഷിച്ച കൂട്ടുകാരെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എപ്പോഴും നല്ല കൂട്ടുകാരന്റെ കൂടെ, നല്ല കൂട്ടുകാർ എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ പറ്റി ബോധമുള്ള, തൗഹീദുള്ള, പരലോകം ആഗ്രഹിക്കുന്ന, സ്വർഗം ആഗ്രഹിക്കുന്ന, നരകത്തെ പേടിക്കുന്ന, ഹക്കും ബാത്തുലുമുള്ള, നിസ്കാരവും കാര്യങ്ങളൊക്കെയുള്ള ഒരാളുടെ കൂടെ സഹവസിക്കാൻ, അത്തരം ആളുകളുമായി ബന്ധമുണ്ടാക്കാനാണ് നാം പരിശ്രമിക്കേണ്ടത്. അയാൾ കഹാമിലിൽ മിസ്കി, സുഗന്ധം വഹിക്കുന്ന, കസ്തൂരി വഹിക്കുന്ന ഒരാളെ പോലെയാകുന്നുവെന്ന നബിതങ്ങൾ പറഞ്ഞ ഉദാഹരണം എപ്പോഴും നമ്മുടെ ഓർമ്മയുണ്ടാകണം. അല്ലാതെ ആരൊപ്പം കൂടിയാൽ എന്താ, നമുക്ക് നമ്മുടെ ഈമാനല്ലേ, നമ്മുടെ ഖബർക്ക് നമ്മളിൽ ഉണ്ടാകൂ എന്നൊക്കെ ന്യായങ്ങൾ, അത് ന്യായങ്ങളല്ല. ഒരു മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ ദീനു പ്രകാരമാണ്. അതിനാൽ ബോധപൂർവം ഈമാൻ വർദ്ധിപ്പിക്കാനുള്ള പണികൾ നമ്മൾ ചെയ്തേ പറ്റൂ. ഫിത്നയും ഫസാദുകളുമെല്ലാം വ്യാപകമായി വരുന്ന എല്ലാ അശ്ലീലതയും എല്ലാ തോന്നിവാസങ്ങളും കൊടികുത്തി വാഴുന്ന ചുറ്റുപാടിൽ ജീവിക്കുന്നവർ എന്ന നിലയ്ക്ക് ഈമാൻ സംരക്ഷിക്കാനും അത് വർദ്ധിപ്പിക്കാനുമുള്ള പണി ബോധപൂർവം ചെയ്യേണ്ടതുണ്ട്. അല്ല എങ്കിൽ നമ്മുടെ സ്വർഗം നഷ്ടപ്പെട്ടു പോകുന്ന ആ ഒരു ഹതഭാഗ്യവാന്മാരായി മാറിയേക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത്. ربنا اصرف عنا عذاب جهنم إن عذابه كان غراما إنها ساءت مستقرا ومقاما. ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين.